മൈസൂർ എത്തിയിട്ട് ആദ്യം ഞങ്ങൾ പോയത് സുവോളജിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടേക്ക് ഓട്ടോയിലാണ് പോയത്. 36 രൂപയാട്ടോ ഓട്ടോ ചാർജ് ആയത്. പിന്നെ ഞങ്ങളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെയുള്ള ലഗേജ് റൂമിലൊക്കെ കൊടുത്തു. പിന്നെ അകത്തേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞങ്ങളുടെ കയ്യിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ബോട്ടിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതിനവർ 10 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് വാങ്ങിയിട്ടുണ്ടായി. ഇനി അതവിടെ അതിൻ്റെ ഉള്ളിലെങ്ങാനും ഇട്ടാലോ എന്ന് കരുതിയിട്ടായിരിക്കും അങ്ങനെ വാങ്ങിയത്. പക്ഷെ തിരിച്ച് വരുമ്പം നമുക്ക് ആ പൈസ കിട്ടുമെന്നുള്ളത് അറിയണ്ടായില്ല. പക്ഷേ തിരിച്ച് വരുന്ന ഭാഗത്ത് തന്നെ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് ബോട്ടിൽ അവിടെ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് 10 രൂപ തിരിച്ച് കിട്ടിയിട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റ് വന്നിട്ട് ഒരാൾക്ക് 120 രൂപയാണ് ആയത്. ഞങ്ങൾ 2 പേരാണ് ഉണ്ടായിട്ടോ. പിന്നെ അകത്തേക്ക് കയറുമ്പം തന്നെ ഒരു മാപ്പുണ്ട്. അതിൽ നമ്മൾക്ക് എന്തൊക്കെ കാണണം എന്നുള്ളതൊക്കെ വിശദമായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞങ്ങൾ ഒരു 10:30 മണിയാകുമ്പോഴാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയത്. 12:30 അല്ല 12:15 അപ്പോഴാണ് കേട്ടോ തിരിച്ചിറങ്ങിയത്. ഏകദേശം 2 മണിക്കൂർ ഇതിൻ്റെ അകത്ത് ചിലവഴിച്ചിട്ടുണ്ടായി. കയറുന്നോടത്ത് തന്നെ കുറേ പക്ഷികളുണ്ടായിരുന്നു കേട്ടോ. അതിൽ വെള്ള മയിലിനൊക്കെ കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് ആ വെള്ള മയിലിനെ കാണുന്നത്. പിന്നെ ഈ സീബ്ര, അതേപോലെ ജിറാഫ്, ഇതിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. ഏകദേശം അടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റി അതിനൊക്കെ. ഇതിൻ്റെ അകത്ത് സ്ഥിതി എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യാപ്പൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടാട്ടോ പോയത്. പക്ഷെ ക്യാപ്പിൻ്റെ ആവശ്യം വന്നില്ല. അവിടെ നല്ല തണുപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റിൻ്റെ പൈസ മുതലായ പോലെ കേട്ടോ തോന്നിയത്. ചില സ്ഥലത്ത് പോയാൽ അങ്ങനെ തോന്നില്ല, അയ്യോ വെറുതെ ആയി പോയല്ലോ എന്ന്. ഇനി നമുക്ക് ഇവിടുന്ന് വാക്സ് മ്യൂസിയത്തിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ഇനി അത് കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.